ഈ ലോകത്ത് വാൾ കൊണ്ട് മുറിവേറ്റവരെക്കാൾ കൂടുതൽ വാക്കുകൊണ്ട് മുറിവേറ്റവരാണ്. വാൾ കൊണ്ടുള്ള മുറിവ് മാഞ്ഞാലും വാക്കുകൊണ്ടുള്ള മുറിവ് മായുകയില്ല. അതിങ്ങനെ വ്രണം പോലെ പൊട്ടി ഒലിച്ച് ഇടയ്ക്കിടെ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. വാക്കുകൊണ്ടേറ്റ മുറിവ് മായുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവർക്ക് വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൊണ്ട് മുറിവേറ്റവരുണ്ട്. വാക്കുകളെ മറക്കുക, വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കുക, വാക്കുകളെ ശ്രദ്ധിച്ചുപയോഗിക്കുക. ഹൃദയത്തിൽ നിന്നാണല്ലോ ആദരം സംസാരിക്കുന്നത് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നല്ലത് ചിന്തിക്കട്ടെ, നല്ല വാക്കുകൾ പ്രയോഗിക്കുവാൻ നമുക്ക് കഴിയട്ടെ. എങ്കിൽ മാത്രമേ വാക്കുകൊണ്ട് ഏറ്റ മുറിവുകൾ നമുക്ക് മറക്കാനായി സാധിക്കൂ. വാക്കും നാക്കും സൂക്ഷിച്ചുപയോഗിക്കാൻ, മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ പ്രയോഗിക്കുക. വാക്കിനെ ആയുധമായല്ല, മറ്റുള്ളവർക്ക് പ്രകാശം വരുത്തുന്ന വസ്തുവായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ.